കണ്ടില്ലേ, നമ്മളിവിടെ ഹാൻഡില് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അതുകൊണ്ട് ഒരു വൈറ്റ് കളർ സ്റ്റോൺ ബ്ലാക്കില് ബാക്ക് ഓപ്പൺ ആണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10-11 ദിവസത്തോളം ഡൽഹി യാത്ര കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ എൻ്റെ നാട്ടിലെത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തി. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഇതാ ഒരു വലിയൊരു പെട്ടി കൂടെയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമേ ഞാൻ പറയാം, ഇത് ഞാൻ മേടിച്ച സാധനങ്ങളല്ല, ഇത് എൻ്റെ ആൻറ്റി പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആൻറ്റി ഇന്നോടെ വീട്ടിലുണ്ട്. അപ്പോൾ ആൻറ്റി പോകുന്ന മുമ്പേ ഞാൻ അവിടുത്തെ സാധനങ്ങളും എങ്ങനെ അവിടുത്തെ റേറ്റ് എന്നുള്ള കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പോൾ തുടങ്ങാലോ, വായോ. ആദ്യമേ തന്നെ നമുക്ക് ഒരു കിടുക്കാച്ചി ചെയിനാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് 100 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് ഇതിടാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഓണത്തിന് എന്തായാലും പറ്റിയ കളക്ഷനാണ്. 100 രൂപ ഇതിന്റെ റേറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ ഒന്നുകൂടെ മേടിച്ചിട്ടുണ്ട്. നേരത്തെ ഉള്ളത് നമുക്ക് സ്ക്വയർ ടൈപ്പ് ലോക്കറ്റ് ആയിരുന്നു, എന്നാൽ ഇത് റൗണ്ട് ടൈപ്പാണ് ലോക്കറ്റ് വരുന്നത്. ഇതും അതുപോലെ തന്നെ സെറ്റ് സാരിയുടെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാം. യൂഷ്വലി എല്ലാ അമ്മമാരും മേടിക്കുന്ന പോലെ ആൻറ്റിയും മേടിച്ചു കുറച്ച് പാത്രം. ഇത് 150 ആണ് റുപ്പീസ് വരുന്നത്, അതായത് 150 രൂപയാണ്. 3 പീസസ് ഉണ്ട്. ഇത് നമുക്ക് ഓക്കെ നാട്ടിലും കിട്ടുന്നതല്ലേ ഈ റേറ്റിന്. അപ്പൊ ഞാൻ ആദ്യമേ എടുത്ത സാധനങ്ങൾ അങ്ങ് ഒരു സൈഡിൽ നോക്കി വയ്ക്കാം. പിന്നെ ഒരു ചെരുപ്പാണ്, 250 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ചെരുപ്പ്, നല്ല ഗോൾഡ്. ഇത് നമുക്ക് മാരേജ് ഫംഗ്ഷനോ എല്ലാം തന്നെ ഓണ ഫംഗ്ഷനൊക്കെ സെറ്റ് സാരിയുടെ കൂടെ ഒക്കെ നല്ല പെയർ ചെയ്യാൻ പറ്റിയതാണ്. ഇത് 250 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. വീണ്ടും നമുക്ക് ചെരുപ്പ് തന്നെയാണ്. ഇതിന്റെ പേര് എവിടെയാണ് നോക്കട്ടെ. ഇതും അടിപൊളി, അതായത് ഒരു ബ്ലാക്കില് ഒരു വൈറ്റ് സ്റ്റോണും ഗോൾഡൻ കളർ സ്റ്റോണൊക്കെ വെച്ചിട്ട് വരുന്നതാണ്. ഇതും നല്ല രസമുണ്ട്. ഇത് 250 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇനി ഒരു ചെരുപ്പൂടെ ഉണ്ട്, അല്ല ഇനി 2 ചെരുപ്പൂടെ ഉണ്ട്. ഇത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്, നല്ല രസമുണ്ട്. നമുക്ക് ഏത് ഡ്രസ്സിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ഇതും 250 തന്നെയാണ് റേറ്റ്. നമുക്ക് ചെരുപ്പെല്ലാം വരുന്നത് 250 തന്നെയാണ് റേറ്റ് വരുന്നത്. അവർ 350 ഒക്കെ ഓൾറെഡി പറയും, പക്ഷെ നമ്മളത് ബാർഗെയിൻ ചെയ്ത് 250 എത്തിക്കാം. വീണ്ടും നമുക്കൊരു ഷൂ ആണ് വരുന്നത്, നല്ല രസമുണ്ട്. അതായത് ഗൗണിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ ഒരു ഷൂ ആണ്. നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള 250 ആണ് ഇതിന്റെ റേറ്റ്. നല്ല രസമുണ്ട്. ഒരു വൈറ്റ് കളർ സ്റ്റോൺ ബ്ലാക്കില് ബാക്ക് ഓപ്പൺ ആണ്, ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഷൂ ആണ്. നല്ല രസമുണ്ട്. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതൊന്നും ഞാൻ മേടിച്ചെടുത്ത് കണ്ടില്ല. അതായത് നമ്മൾ കുറേ പേര് ഓരോരുത്തരും ഓരോ റൂട്ടിലായിരുന്നു. നമ്മൾ അപ്പൊ കണ്ട് സാധനം മേടിച്ചു. പിന്നെ അതുപോലെ സാധനം വേണമെന്ന് വിചാരിച്ച് തപ്പി നടന്നാൽ കിട്ടത്തില്ല, വഴിയും തെറ്റിപ്പോ. പിന്നെ അതിൻ്റെ മോലെ ലഞ്ച് ബോക്സ് ആണ്. ഇത് ഐ തിങ്ക് 150 ആണ് റേറ്റ്. 2 കുട്ടി സ്പൂൺ ഉണ്ട്, 4 അറയുണ്ട്. അപ്പോൾ ഇതും ഓക്കെയാണ്. അടുത്ത 3 ബൗൾസ് ആണ്. ഇത് 150 ആണ്. ഇതും സെയിം ആണ്, അതായത് കുട്ടി ബൗൾസ് ആണ്. ഇത് തീരെ കുട്ടി ബൗൾസ് അല്ല, പക്ഷെ അതിന് കൂടെ ഒരു 4 സ്പൂൺ ഇവിടെ ഉണ്ട്. 4 ബൗൾസ് ആണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു പേഴ്സ് ആണ്. അതായത് നല്ല ത്രെഡ് വർക്ക് ഉണ്ട് ഇതില്, സീക്വൻസ് ഉണ്ട്, ക്ലോത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും 200 റുപ്പീസ് ആണ് റേറ്റ് വരുന്നത്. നല്ല നല്ല ഭംഗിയുള്ള, നമുക്ക് എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂസ്ഡ് ആണ്. അയ്യോ ഇത് അല്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ റേറ്റ് കുറച്ചിട്ടോ അങ്ങനെ കുറേ നമ്മൾ ആലോചിക്കാറുണ്ട്. അങ്ങനെയൊന്നും ആലോചിച്ചിരുന്നൊരു കാര്യമില്ല, കിട്ടുന്ന ടപ്പനെ മേടിക്കുക. ഇത് 100 ആണ്. ഇതൊരു കുട്ടി സഞ്ചി, അതായത് കിറ്റ് എന്ന് പറയും. പിന്നെ ഉള്ളത് ഒരു ബാഗാണ്. ആൻറ്റിക്ക് മാത്രമല്ല വേറെ റിലേറ്റീവ്സിനൊക്കെ കൂടെ കൊടുക്കാനാണ്. ഇത് 350 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിലൊരു ബാഗ് ഉണ്ട്, ഞാൻ നോക്കിയായിരുന്നല്ലേ. ഇതൊക്കെ 200 ആണ്. ഇത് നമുക്ക് ലെങ്ത് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് നേടാം. ജസ്റ്റ് ഒരു പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ബാങ്കിലോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഒന്നൊരു പാസ്ബുക്ക്, ഒരു ഫോൺ അങ്ങനെയൊക്കെ ഇട്ടിട്ട് പോകാൻ നല്ല ഈസി ആയിട്ടുള്ളൊരു ബാഗാണ്. 200 റുപ്പീസിനാണ് ഇത് കിട്ടിയിരിക്കുന്നത്.
പിന്നെ യൂഷ്വലി അമ്മമാർ യൂസ് ചെയ്യുന്ന അടുക്കളയിലുള്ള സാധനങ്ങൾ ഇത് 100 ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് റേറ്റ് ആയി. എന്തായാലും ഇതിലുള്ളതെല്ലാം 250 താഴെയാണ് കൂടുതൽ ഓൾമോസ്റ്റ് ഉള്ളത്. ഒരു ബാഗ് എന്തോണം 350 റേഞ്ച് വരുന്നത്. ഇതൊക്കെ 250 ആണ്. നമുക്ക് ഡ്രസ്സിന്റെ കൂടെയൊക്കെ നല്ല സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഐറ്റം ആണ്. കണ്ടില്ലേ, നമ്മളിവിടെ ഹാൻഡിൽ നല്ല റിബണൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ തൂക്കണ്ട, അല്ല നമുക്ക് ലെങ്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത്, ഇപ്പം ടൈറ്റ് ആയിട്ടിരിക്കും, അഡ്ജസ്റ്റ് ചെയ്ത് ലോങ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ല രസമുള്ള ഒരു ബാഗാണ്. വീണ്ടും ബാഗ് തന്നെയാണ് ഇതിൽ. അതുപോലെ തന്നെ ഇതും 250 ആണ് റേഞ്ച് വരുന്നത്. ലോങ് ആയിട്ടുള്ളൊരു സ്ട്രിങ് ഉണ്ട്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത് കൂട്ടാം. ഇല്ല ലെങ്ത് കൂട്ടണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഫങ്ഷൻസ് ഒക്കെ പോകുമ്പോഴത്തേക്ക് നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. ഇതേ സെയിം തന്നെ വേറൊരു കളർ കൂടെ വരുന്നുണ്ട്, ഒരു ബ്രൗൺ കോഫി കളർ. അങ്ങനെ നല്ല രസമല്ലേ, സെയിം തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കൂടുതലും ബാഗും ചെരുപ്പൊക്കെയാണുള്ളത്. 200 ആണ് ഇത്. എനിക്കിത് ഓൾറെഡി ഒരു പിങ്ക് കളർ ഞാൻ മേടിച്ചതുണ്ടായിരുന്നു. കുഞ്ഞിലെ അച്ഛൻ മേടിച്ചതാ വേളാങ്കണ്ണിക്ക് ട്രിപ്പ് പോയപ്പോൾ. അതാണ് എനിക്ക് ഓർമ്മ. അതെൻ്റെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. നല്ല ക്വാളിറ്റിയാണ് ഇത്. പക്ഷേ എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. എന്താണെന്നുണ്ടെങ്കിൽ പിങ്ക് ആയതുകൊണ്ട് എല്ലാ ഡ്രസ്സിലൂടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നല്ല രസമാണ്. 200 റുപ്പീസിന് വർത്താണ്. എന്തായാലും ഈ പ്രോഡക്ട്സ് എല്ലാം നല്ല വർത്താണ്. നമുക്കിവിടെ നാട്ടിൽ അങ്ങനെ കിട്ടത്തില്ലല്ലോ. ഇതും ഇത് യൂഷ്വലി നമ്മളിവിടെ ട്രിവാൻഡ്രത്തൊക്കെ എല്ലാവരും കാണുന്ന പോലത്തെ ബാഗ് തന്നെയാണ്. പക്ഷേ ഇത് 200 റുപ്പീസിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ലെങ്ത് കൂട്ടിയിടാം. അമ്മമാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെങ്ത് കുറച്ച് വേണമെന്നുള്ളവർക്ക് ലെങ്ത് കുറച്ചിടാം. എങ്ങനെ വേണം നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്, മേടിച്ച് യൂസ് ചെയ്യുന്ന കയ്യിലാണ്. പിന്നെ വേറെ ആർക്ക് കൊടുക്കാനാണ് ഒരു കുട്ടി ബാഗ്. ഇതും സെയിം തന്നെയാണ്, 250 ആണ്. നമുക്ക് ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട്. അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൊരുത്ത് ഇങ്ങനെ ഇടാം. അതായത് നമുക്ക് നല്ല ലെങ്തിലിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബാക്ക് പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ട്രിപ്പിനൊക്കെ എവിടെയും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എമർജൻസി കാര്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഇതിൽ വെച്ചേക്കാം. ഇത് നല്ല രസമുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു 3 ബാഗ് 250 ആണ് ഇതിൻ്റെ റേഞ്ച് ചെയ്യുന്നത്. ഒരു കുഞ്ഞ് പീസിനെയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ. നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇത് സെയിം തന്നെയാണ്. മിക്ക ബാഗിൽ അവിടെ നിന്ന് മേടിച്ച മിക്ക ബാഗിൽ സൈഡിൽ വെച്ചിട്ട്, അതായത് നമുക്ക് ലെങ്ത് കൂട്ടണം എന്നുള്ളവർക്ക് ലെങ്ത് കൂട്ടാമില്ല, നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകാം. ഇത് ഒരു 3 ആണ്. ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഷെയ്ഡ്സ് തമ്മിൽ. ഇതിന് 250 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ നല്ല രസമുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഒരു ബാഗ് കളക്ഷൻസ് ഒക്കെ ഏകദേശം തീർന്നു. ഭയങ്കരമായിട്ട് ആൻറ്റി മേടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു. പക്ഷെ ഇതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ വീഡിയോ എടുക്കുന്നതിനൊക്കെ തിരക്കിലായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ണിൽ കണ്ടതില്ല ഞാൻ അങ്ങനെ വാങ്ങി. ആർക്കൊന്നും അങ്ങനെയൊന്നും മേടിച്ചില്ല. നല്ല രസമല്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഗൗണൊക്കെ ഇട്ട് നൈറ്റ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നല്ല രസമുണ്ട്. അതിൽ 250 ആണ് റേറ്റ് വരുന്നത്. നമുക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഷോർട്ടായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബാഗാണിത്. ഇതും അതുപോലെ തന്നെ ഈ ചെരുപ്പ് നല്ല രസമുണ്ട്, ഒരു പെയർ ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ഉള്ളത് നമുക്ക് ഓർഗനൈസർ, അതായത് മേക്കപ്പ് ഐറ്റംസോ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വീട്ടിലൊക്കെ വെച്ച് വയ്ക്കാനായിട്ട് പറ്റിയതാണ്. ഇത് 100 റുപ്പീസിനാണ്. പക്ഷെ മീഷോയിലൊക്കെ നിന്നാലും നല്ല റേറ്റ് ഉണ്ട്. 100 റുപ്പീസിന് എന്തായാലും കിട്ടത്തില്ല. ഇതിൽ 2 പീസസ് ഉണ്ട്. അപ്പോൾ 4 പീസ് നമുക്ക് 200 റുപ്പീസിനാണ് കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടും വർത്താണ്. എനിക്കിത് മസ്റ്റായിട്ട് അത്യാവശ്യമുള്ള കാര്യം. ബ്യൂട്ടീഷ്യൻ വർക്കിനൊക്കെ പോകുന്ന സമയത്ത് ചില സമയത്ത് ഭയങ്കരമായിട്ട് ഞാൻ പൗച്ചിന് അന്വേഷിക്കും. ചിലപ്പോൾ വേറെ എന്തെങ്കിലും സാധനം എടുത്ത് വെച്ചാൽ അതെടുത്ത് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും ഇതൊക്കെ മസ്റ്റായിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ എനിക്ക് ഒരു സെറ്റ് മേടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇത് നമ്മുടെ ഹാൻഡ് വാഷ് എല്ലാം കൂടെ വന്നിരുന്നു. ഇത് നമ്മുടെ ഹാൻഡ് വാഷ് നല്ല രസമല്ലേ, 100 റുപ്പീസിന് പുറത്താണ്. നെക്സ്റ്റ് തീർന്നില്ല കേട്ടോ, ഇനിയുണ്ട്. പിന്നെയുള്ളത് കുറച്ച് കമ്മൽ കളക്ഷൻസ് ആണ്. കമ്മലൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടുന്നത് തന്നെ, എന്നാലും നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്കും മേടിക്കണമല്ലോ. എല്ലാം 30 റുപ്പീസ് ആയിട്ട് 20 റുപ്പീസിൻ്റെ ആണ് കമ്മൽ സെറ്റ് വരുന്നത്. ഇതെല്ലാം നമ്മൾ സരോജിനി മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. ഇതിൽ കണ്ട എല്ലാ പ്രോഡക്ട്സും, ഒരു പ്രോഡക്റ്റ് പോലും വേറെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടില്ല. എല്ലാം സരോജിനി മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. വേറെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇതൊക്കെ അങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്. ഒരു ബ്ലാക്ക് ഷെയ്ഡ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ബ്ലാക്ക്
ബ്ലാക്ക് ചപ്പല്, ബ്ലാക്ക് ബാഗ്, ഒരു ബ്ലാക്ക് ഗൗൺ, അതിൻ്റെ കൂട്ടത്തിൽ കുട്ടി ഹെയർ ചെയിനായിട്ട് നൈസായിട്ട് വീണ്ടും ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കമ്മല് ഉണ്ടായിരുന്നു. വൗ, ഒരു പേളിൻ്റെ പോലത്തെ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. നല്ല രസമുണ്ട്. എല്ലാം 20-30. അതേപോലെ തന്നെ ഇത് നല്ല രസമുണ്ട്. ഇപ്പൊ എനിക്ക് ഞാൻ സാധാരണ ഇയറിങ്സ് ഒന്നും അധികം യൂസ് ചെയ്യത്തില്ല. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് മാത്രമേ ഇയറിങ്സ് യൂസ് ചെയ്യും. പക്ഷെ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. കണ്ടോ, സിമ്പിൾ ആയിട്ടിരിക്കും. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഓ, ഇത് നമ്മള് മുൻപ് പണ്ടൊക്കെ കണ്ടിട്ടുള്ളവര് പണ്ട് ഉള്ള ഒരു മോഡൽ കമ്മലാണ്. ഇതൊന്നും ഇപ്പൊ കാണാനില്ല. അങ്ങനെ ഈ പെട്ടി തുറക്കൽ ചടങ്ങ് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഡൽഹിയിലൊക്കെ പോകാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് സരോജിനി മാർക്കറ്റിൽ പോകണം. അതുപോലെ തന്നെ അവിടെ പോകുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കയ്യിൽ ലിക്വിഡ് ക്യാഷ് വെച്ചേക്കുക. അതുപോലെ തന്നെ ഗൂഗിൾ പേയിൽ 2 അക്കൗണ്ടൊക്കെ, 2 ബാങ്കിന്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ 2 സ്പ്ലിറ്റ് ആയിട്ടൊക്കെ ക്യാഷ് ഇട്ടേക്കാം. പിന്നെ പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സൂക്ഷിക്കുക. പിന്നെ രാവിലെ പോയി രാത്രി വരെ സമാധാനമായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളിത് മേടിച്ചത്. നമുക്ക് ട്രെയിനിന് സമയമായി. അങ്ങനെ കുറേ മണാലിയിൽ ജസ്റ്റ് 2 ദിവസം ട്രാപ്പായി പോയി. അങ്ങനെ കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് ശേഷമാണ് നമ്മളിത് മേടിച്ചത്. അപ്പോൾ അൺബോക്സിങ് വീഡിയോ അവസാനിച്ചിരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ഇഷ്ടമായ അവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു. ഓക്കെ.